السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, മുതഅല്ലിമുകൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പിരിയലുമെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന സ്വാലിഹായ അഅ്മാലുകളിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മദീനത്തുൽ ഉലൂം എഡ്യൂക്കേഷണൽ സെന്റർ എന്നൊരു മഹത്തായ സ്ഥാപനത്തിന്റെ ശിലസ്ഥാപന പരിപാടിയിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. ഉദ്ഘാടന പ്രസംഗത്തിലും ആശംസാ പ്രസംഗങ്ങളിലൊക്കെ നാം മനസ്സിലാക്കിയതുപോലെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, അതിന്റെ നിലനിൽപ്പ് ഇൽമിലൂടെയാണ്. ഇൽമ് എവിടെയെല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെ പരിശുദ്ധമായ ദീൻ നിലനിൽക്കുകയാണ്. ദീനിന്റെ റൂഹ്, ആത്മാവ് എന്ന് പറയുന്നത് ഇൽമാണ്. ആ ഇൽമിനെ പ്രചരിപ്പിക്കുക എന്നതാണ് പണ്ഡിത ദൗത്യം എന്ന് പറയുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ദീനീ പ്രബോധനവുമായി മദീനത്തുൽ മുനവ്വറയിലേക്ക് കയറി ചെല്ലുമ്പോഴും അവിടെയും ഒരു ദീനിയായ സ്ഥാപനം ആരംഭിച്ചുകൊണ്ടാണ് ദീനീ ദഅവത്തിന് തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ളത്. ഒട്ടകത്തിലൂടെ കയറി മദീനയുടെ വഴികളിൽ സഞ്ചരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളെ കണ്ടപ്പോൾ പലരും സ്വാഗതം ചെയ്തുകൊണ്ട് സ്വീകരിച്ച ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോഴെല്ലാം ഒട്ടകം നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ഇറങ്ങുമെന്നും അവിടെ ആതിഥ്യങ്ങളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനടെ ഇറങ്ങുകയും അവിടെയായിരുന്നു മസ്ജിദുൻ നബവി എന്ന് പറയുന്ന വലിയൊരു പള്ളി, ഒരു ദീനീ സ്ഥാപനം അവിടെ തുടക്കം കുറിക്കപ്പെട്ടു. ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനീ ദഅവാത്തുകൾ നടത്തുകയും ആ ദീനി പഠിച്ച സ്വഹാബത്തുൽ കിറാം ലോകത്തിനെമ്പാടും സഞ്ചരിക്കുകയും ചെയ്തു. അങ്ങനെ സഞ്ചരിച്ചതിന്റെ ഫലങ്ങളാണ് കേരളക്കരയിൽ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിലൂടെയും അവിടുത്തെ അനുചരന്മാരോട് കൂടെയും പരിശുദ്ധമായ ഇസ്ലാം കർണാടകയിലെ നമ്മുടെ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. ആ കാലഘട്ടം ഇങ്ങനെ പാരമ്പര്യമായി വന്നു. ധാരാളം ഉലമാക്കൾ എല്ലാ ത്യാഗങ്ങളും സഹിച്ചു നമ്മുടെ നാടുകളിൽ ദീനി പ്രബോധനം നടത്തിയതിന്റെ ഫലമാണ് ഇന്നവിടെ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും ഒക്കെ തലയെത്തി നടക്കുന്നത്. അത് ഭംഗിയായി അവിടെ നടന്നു പോകുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലേക്ക് ദീനിന്റെ വെളിച്ചം എത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ വികസനം വളരെ കുറവായിട്ടാണ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണുന്നത്. അത്തരത്തിലുള്ള ഭാഗങ്ങളിലേക്ക് ദീനി വിഷയങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നത് ഒരു പണ്ഡിത ദൗത്യമാണ്. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ സഖാഫി ഉസ്താദിന്റെ ആത്മീയമായ നേതൃത്വത്തിൽ ഇന്നിവിടെ തുടക്കം കുറിക്കപ്പെടുന്നത്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ പറഞ്ഞിട്ടുണ്ട്, ബല്ലിഗു അന്നി വലൗ ആയ. ഞാൻ പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങൾ അത് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ ഇനി വരുന്ന തലമുറകൾക്ക് കൈമാറിക്കൊടുക്കണം എന്ന പ്രത്യേകമായ നിർദ്ദേശനം അത് സ്വഹാബത്തുൽ കിറാം ഏറ്റെടുത്തതുപോലെ
പണ്ഡിതന്മാരും ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് ആ ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ സഖാഫി ഉസ്താദ് ദർസ് രംഗത്ത് തിളങ്ങി ധാരാളം പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിച്ച് ഇപ്പോൾ ഇതാ ഒരു പ്രത്യേകമായ പദ്ധതിയിലൂടെ സ്ഥാപനങ്ങളിലേക്ക് വലിയ കാർമ്മികത്വം വഹിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ദൗത്യമുണ്ട് ആ ഉസ്താദിന്റെ കരങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഉസ്താദിന്റെ കരങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഉസ്താദിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഉസ്താദിന്റെ ജീവിതത്തിന് വേണ്ടിയുള്ള വരുമാനങ്ങളായിട്ടല്ല ഞാൻ പറയുന്നത്. ഉസ്താദ് തുടങ്ങി വെച്ചിട്ടുള്ള ഈ സംരംഭങ്ങൾ എല്ലാ അർത്ഥത്തിലും വിജയിക്കുക തന്നെ വേണം. കാരണം അത് ദീനിന്റെ വെളിച്ചമാണ്. അത് ഉയർന്നുകൊണ്ടേയിരിക്കണം. അതൊരു പണ്ഡിത ദൗത്യമാകുമ്പോഴേക്കാണ് സാധാരണക്കാരായ ജനങ്ങളും പണക്കാരും അതുപോലെ പണ്ഡിതന്മാരും ഒക്കെ കൈകോർത്തുകൊണ്ട് അത്തരത്തിലുള്ള സംരംഭങ്ങളിലേക്ക് സമ്പൂർണമായ സഹകരണങ്ങൾ ചെയ്യണം എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അതൊരു ചില്ലറയായ ഒരു കാര്യമല്ല. അത് ഊഹിച്ചാൽ വലിയ ഗംഭീരമായ വലിയ ഭാരമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട അമ്മോശനവരുകൾ, മഹാനായ ടി.എച്ച്. ഉസ്താദ് അവരുകൾ ഒരു സ്ഥാപനം ഉസ്താദിന്റെ സ്വന്തം നാട്ടിൽ ആരംഭിച്ചു. അൽഹംദുലില്ലാഹ് 20 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. 2006 അതിന്റെ 20ാം വാർഷികം നടക്കുന്നത്. ആ സ്ഥാപനത്തെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഒരു എളിയ ഖാദിം എന്ന നിലക്ക് ഒരു സ്ഥാപന പ്രവർത്തനം എന്ന് പറയുന്നത് വല്ലാത്തൊരു ത്യാഗത്തിന്റെ വല്ലാത്തൊരു കഷ്ടത്തിന്റെ ഒരു സഞ്ചാരം തന്നെയാണ്. ആ സഞ്ചാരത്തിലാണ് ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ സഖാഫി ഉസ്താദ് ഇന്ന് വരെ മൂടെടുക്ക സ്ഥാപനത്തിന്റെ യാത്രയിൽ ഉണ്ടായിരുന്നു എങ്കിലും അതോട് ഉണ്ടാകലോട് കൂടെ തന്നെ മദീനത്തുൽ ഉലൂം എന്ന സ്ഥാപനത്തിന്റെ ജൈത്രയാത്ര ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇന്നമഅൽ ഉസ്രി യുസ്റൻ, എല്ലാ കഷ്ടങ്ങളുടെ ബാക്കിൽ എല്ലാ എളുപ്പങ്ങളും വരും. അത് ഒരു സംശയിക്കപ്പെടേണ്ട കാര്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ആ വലിയ ഒരു ധൈര്യം നമ്മേവർക്കും വലിയ പ്രചോദനം നൽകുന്ന സംഗതിയാണ്. ഇൻഷാ അല്ലാഹ് ശരീഅത്ത് കോളേജും ഹിഫ്ദുൽ ഖുർആൻ കോളേജും അത്തരത്തിലുള്ള ലൗകിക അതുപോലെ ധാർമ്മിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രമായി ഈ സ്ഥാപനം വളരണം, വരിക തന്നെ വേണം. ഇത് സമൂഹത്തിന്റെ വലിയ ഒരു പ്രതീക്ഷയാണ്, നമ്മൾക്കൊക്കെ വലിയ താല്പര്യമുള്ള സംഗതികളാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മഹുവന്യരായ ശൈഖുന പേരോട് ഉസ്താദ് ഏതാനും നിമിഷങ്ങളിലായി ഈ മഹത്തായ സംരംഭത്തിലേക്ക് എത്തുകയാണ്. ആ ഉസ്താദ് വരുമ്പോഴേക്ക് ഉസ്താദിനെ സ്വീകരിച്ചുകൊണ്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് നമ്മോട് എന്താണോ ചോദിക്കുന്നത്, എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്, അതെല്ലാം മനസ്സ് തുറന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വലാഹി ഉസ്താദിന്റെ കരങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് മാത്രം ഈ സമയത്തിൽ ഓർമ്മപ്പെടുത്തി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന പരിശുദ്ധമായ ദീനിന്റെ അഖീദയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും അത് ശക്തിപ്പെടുത്തുക എന്നതാണ്. അതൊന്നും ഇതൊന്നും എന്ന രൂപത്തിലുള്ള കാഴ്ചപ്പാടുകളല്ല ഈമാനുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് വേണ്ടത്. എല്ലാം പരിശുദ്ധമായ ദീനാണ്, അവിടെ പഠിപ്പിക്കപ്പെടുന്നത് ഇൽമാണ് എന്ന വിശ്വാസത്തോടെ നമുക്ക് ഒന്നിച്ച് എല്ലാ സംരംഭങ്ങളിലും കൈകോർക്കാമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എല്ലാവിധ സന്തോഷങ്ങളും പ്രത്യേകമായി സ്വലാഹുദ്ദീൻ സഖാഫി ഉസ്താദ് അവരുകൾ പുത്തൂർ താലൂക്കുകാരനാണ്. പുത്തൂർ താലൂക്കിൽ 200ഓളം വരുന്ന സഖാഫി പണ്ഡിതന്മാരുണ്ട്. ആ കൂട്ടായ്മയുടെ ഒരു എളിയ പ്രസിഡന്റ് എന്ന നിലക്ക് സഖാഫീസ് കൗൺസിലിന്റെയും സ്റ്റേറ്റ് സഖാഫീസ് കൗൺസിലിന്റെയും അതോടൊപ്പം അൽ മദീനത്തുൽ മുനവ്വറ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെയും എല്ലാവിധ സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിച്ചുകൊണ്ട് അവസരത്തിന് നന്ദി രേഖപ്പെടുത്തി എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ധന്യവാദಗಳು.